എൻ്റെ ആദ്യ കോളർ വയലാറിൽ നിന്ന് ശ്രീ ശശിധരനാണ്. ശ്രീ ശശിധരൻ, അങ്ങ് പ്രതീക്ഷിച്ച ഒരു വിധിയായിരുന്നു ഇത്. ഇത് മേൽക്കോടതികൾ കൂടി അംഗീകരിക്കും എന്ന് കരുതാനാകുമോ? നമസ്കാരം. യെസ്, നമസ്കാരം. വിധിയെ പറ്റി പറയുമ്പോ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അതായത് ഈ വിധി ഒക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ്, എല്ലാവർക്കും തൃപ്തിയാണ്, മാതാപിതാക്കളെയൊക്കെ സർക്കാർ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ വിധിയിൽ വിശ്വാസം പോരമെന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥിതികൾ ആകപ്പാടെ തച്ച് തകർക്കേണ്ട സമയം കഴിഞ്ഞുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം പല കോടതിയിലും പലതാണോ എന്ന് ഒരു സംശയം എന്നെ പോലെ സാധാരണക്കാരനുണ്ട്. ഒരു കോടതി ശിക്ഷിക്കുന്നു, അടുത്ത കോടതി ചെല്ലുമ്പോൾ അതേ കോടതി തന്നെ വെറുതെ വിടുന്നു, പിന്നൊരു കോടതി ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ശിക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ നിയമപുസ്തകങ്ങൾ പലതാണോ എന്നിവിടെ നാട്ടുപുറങ്ങൾ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഇതിനൊരു ഉടച്ചുപാർക്കൽ ആവശ്യമാണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ ശിക്ഷാവിധി അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശിക്ഷാവിധികളൊന്നും ഒന്നും അല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയുടെയും അതുപോലുള്ള പല അനുഭവങ്ങളും ഇവിടെ എടുത്തു നോക്കുമ്പോൾ മറ്റേ ഒരു പെൺകുട്ടിയുടെ ഉണ്ടല്ലോ, അവളുടെ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. പേര് പറയണ്ട, നമുക്ക് കൊലയാളികളുടെ പേര് പറയാം. അതെ 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 അതെ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ടു പോയ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിക്ക് തന്നെ കിട്ടണം, ഇഞ്ചിഞ്ചായി മരിക്കണം എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു നേരത്തെ ഒരു ന്യൂസിൽ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. കൊല്ലണമെന്നാണ് ആദ്യം ഇംഗ്ലീഷ് എഴുതി, കൊല്ലണം. അതെനിക്ക് പോരാതെ വന്നപ്പോൾ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യനെ കൊന്നത് അങ്ങനെയാണ്, ആ ചെറുപ്പക്കാരനെ കൊന്നത് അങ്ങനെയാണ്. 11 ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാതെ ആ മനുഷ്യൻ മരിച്ചു എന്നാണ് ഇന്ന് കോടതി കമന്റ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. ശിവദാസൻ എന്നാണോ പേര് പറഞ്ഞത്? ശ്രീ ശിവദാസൻ, ഈ വിധി ശ്രീ ശിവദാസൻ എങ്ങനെ കാണുന്നു? ഇത് ഒരു പാഠമാകുമോ ശ്രീ ശിവദാസൻ? സാറേ, ഈ വിധി ഒരു പാഠം തന്നെയാണ്. പക്ഷെ അത് ചോദ്യം സ്ത്രീകൾ എങ്ങനെയാണ് ക്രിമിനൽ ആവുന്നതാണ്. ഇന്നത്തെ അച്ഛനും അമ്മയും ഇന്നത്തെ ഭരണവ്യവസ്ഥയും ഒരു സ്ത്രീ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റൂല. ഒരു കൊച്ചിനെ അവരെന്തെങ്കിലും പറയുന്നത് എന്തിനാ? ഇല്ല, അവർ കാണിക്കുന്ന രീതിയാണ് സാർ, നടക്കാൻ പറ്റൂല. പണ്ടത്തെ ആചാരങ്ങൾ സ്ത്രീക്ക് കൊടുത്തിരുന്നുവെങ്കിൽ പണ്ടേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം മുടിഞ്ഞു പോകും. സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണോ സ്ത്രീകൾ ക്രിമിനലുകളാണ്? അവർ യുദ്ധക്കപ്പലുകൾ നയിക്കുന്നു, കപ്പലുകൾ നയിക്കുന്നു, യുദ്ധവിമാനങ്ങൾ നയിക്കുന്നു. എത്രയോ സ്ത്രീകൾ സൈന്യത്തെ നയിച്ച് മാർച്ച് ഫാസ്റ്റ് നടത്തുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ നമുക്ക് അഭിമാനം തോന്നുന്ന എത്രയെത്ര സ്ത്രീരത്നങ്ങളുണ്ട് ഈ നാട്ടിൽ. അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വന്നതാണ്. ഒന്നോ രണ്ടോ സ്ത്രീകൾ ഇങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീയുടെ ഈ കൊച്ചിന്റെ അമ്മയാണ് 1-ാം പ്രതിയാക്കി തൂക്കിക്കൊല്ലേണ്ടത്. കാരണം ഈ കൊച്ചിനെ ഇങ്ങനെ വക്രബുദ്ധി പറഞ്ഞു കൊടുത്തതും ഈ കൊച്ചിന്റെ അമ്മയും അമ്മാവനും കൂടിയാണ്. കാരണം എനിക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരും കൂടിയാണ്. ഈ കൊച്ചിന്റെ അമ്മയും അമ്മാവനും കൂടി നല്ലൊരു സംബന്ധം കിട്ടാൻ വേണ്ടി ഈ പാവപ്പെട്ട എന്റെ പൊന്ന് പിള്ളയെ 22 വയസ്സ് ചെറുക്കന ഇഞ്ചിഞ്ച വെള്ളം ഇറക്കാതെ കൊന്നത് ഈ അമ്മയും അമ്മാവനും കൊടുത്ത മൈൻഡാണ്. രക്ഷകർത്താക്കളാണ്. അപ്പൊ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അതിന് ബന്ധമില്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യം ബന്ധമില്ല. സ്ത്രീക്ക് സ്വാതന്ര്യം എടുത്താൽ അമ്മ തന്നെയാണ്. ഇന്ത്യ മാതൃകപരമായ അമ്മ തന്നെയാണ്. ഭൂമി അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് പകരം വയ്ക്കിയ ലോകത്തൊന്നുമില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് കായംകുളത്ത് നിന്നാണ്. കുഞ്ഞു മൊയ്തീനാണോ? മൊയ്തീൻ കുഞ്ഞ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ വിധി ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേട്ട് കാണും. പലരും ഇത് ആഗ്രഹിച്ച ഒരു വിധിയാണ്. ആ അമ്മ പറഞ്ഞത് ദൈവത്തിൻ്റെ രൂപത്തിൽ ജഡ്ജ് തൻ്റെ മുന്നിൽ എത്തി എന്നതാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ എന്ന് പലരെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യനാണ്. കാരണം വ്യക്തമായൊരു നീതി നടപ്പിലാക്കി കോടതി എന്ന് കേരളം കാണുന്നു. പക്ഷേ ഒരു 23-കാരിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം മനു. ഞാൻ ഇതിലോട്ട് വരുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി ഫുൾ ബെഞ്ച് വരെ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എന്റെ ഒരു അപേക്ഷയാണത്. ഒരു കൊല നടത്തിയ ഒരു വ്യക്തി അത് കോടതി മൊത്തം
ഇത് കൊലയാളിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊലയാളിക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തൂക്ക് കയർ, അതല്ലെങ്കിൽ മരണകാലം വരെ പരോൾ അനുവദിക്കാതെ മരണകാലം വരെ കരുതൽ തടങ്കലിൽ തടവ് ശിക്ഷ അനുഭവിക്കണം. ഇങ്ങനൊരു വിധി കൊണ്ടുവന്നാൽ ഈ നമ്മുടെ സമൂഹത്തിൽ 80% ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഒഴിവാകും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണനാണ്, പോത്തങ്കോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. സാധാരണ സ്ത്രീകൾ നമുക്ക് മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ പലപ്പോഴും കാണുന്നത് മാതൃത്വം എന്നത് വലിയ വലിയ വൈകാരികമായാണ് ഈ നാട് കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു സ്ത്രീയാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വിഴിഞ്ഞത്തെ ശാന്തകുമാരി വധക്കേസിൽ റഫീഖ ബീവി, ഇതാ അടുത്ത ഗ്രീഷ്മ. ഇങ്ങനെ സ്ത്രീകൾക്കിടയിൽ മനസാക്ഷിയെ നടുക്കുന്ന കുറ്റവാളികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ? അതില് നമുക്കിപ്പോ എല്ലാ സ്ത്രീകളെയും നമുക്ക് അതിൽ പെടുത്താൻ, എല്ലാ സ്ത്രീകളെയും ഞാൻ പറയുന്നില്ല, കുറ്റവാളികളായ സ്ത്രീകളുടെ കാര്യം മാത്രമേ. അതുപോലെ ഇത്തരം സ്ത്രീകൾ കാണും. കാരണം ഞാൻ ഇന്നാളൊരു കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചായിരുന്നു. ഈ മൊബൈലാണ് ഈ പിള്ളേരെ എല്ലാം വഴിതെറ്റി കളയണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഇതുവരെയെങ്കിലും ചർച്ചയിലെടുത്തോ? ഗൂഗിൾ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് നോക്കുന്നു, വാർത്തയറിയാൻ വെബ്സൈറ്റ് നമ്മൾ ആശ്രയിക്കുന്നു, ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് നമ്മൾ ഇത് വെബ്സൈറ്റ് പരിശോധിക്കുന്നു. അതിനിടയിൽ ഒരാളാണ് ഈ കൊലപാതകത്തിന് ഇത് പരിശോധിച്ചു. കൊലപാതകത്തിന് പരിശോധിച്ച പലരും വെബ്സൈറ്റ് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് സാധനം ഇറങ്ങിയതോടുകൂടി പിള്ളേർക്കൊക്കെ ഈസിയായി എല്ലാം മയക്കുമരുന്നിന് ഏതൊക്കെ മയക്കുമരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നും എന്തെല്ലാം രീതികൾ അത് പ്രയോഗിക്കണമെന്നും അത് എങ്ങനെ വീട്ടിൽ മാറ്റിയെടുക്കാന്ന് പറയപ്പോ എങ്ങനെയാണ് മൊബൈലിൽ കൂടെ അല്ലേ കണ്ടുപിടിക്കണത്. അതുപോലെയാണ് കൊലപാതകം ചെയ്യാനും. അത് മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്തിലും മയക്കുമരുന്നും വാറ്റും ഒക്കെ ഉള്ളൊരു നാടാണിത്. അപ്പൊ അതിന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി ഇത് ഈ ശിക്ഷ ഒരിക്കലും നടപ്പാക്കില്ല. അത് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ഇത് മേൽക്കോടതി തള്ളിപ്പോകും. അതിലൊന്നും സംശയമൊന്നുമില്ല. നമുക്ക് എന്തായാലും അത് വരട്ടെ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം മിനി ടീച്ചറാണ് ചേരുന്നത് അല്ലേ? ടീച്ചർ കേൾക്കാമോ? ശ്രീമതി മിനി ടീച്ചർ, കേൾക്കാമോ? ശ്രീ ഗുഡ് ഈവനിങ് ടീച്ചർ. ടീച്ചർ ധാരാളം കാലം അധ്യാപന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. ഈ ഒരു 24 വയസ്സുകാരിക്കാണ് ഇപ്പോൾ തൂക്കുശിക്ഷ കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൂക്കുശിക്ഷ കിട്ടുന്ന സ്ത്രീ എന്ന റെക്കോർഡ് കൂടി ഗ്രീഷ്മയ്ക്ക് സ്വന്തമാവുകയാണ്. ഈ കുട്ടികൾ ഇങ്ങനെ ആകുന്നതിൻ്റെ കാരണം എന്താണ്? ഒരാൾ എന്നോട് പറഞ്ഞു സീരിയലുകളും ഒക്കെ ഇവരെ സ്വാധീനിക്കുന്നു എന്നാണ്. അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? കാരണം ടീച്ചർ ധാരാളം കാലം ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടായിരുന്നതല്ലേ, എന്താണ് തോന്നുന്നത്? ഈ പെൺകുട്ടികളിൽ എന്താണ് ഇങ്ങനെ ക്രൂരത വരാൻ കാരണം? ഓക്കെ സാറേ, ആദ്യം തന്നെ ഈ ഒരു വിധി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള എല്ലാരും ആഗ്രഹിച്ച ഒരു വിധി സാറേ. കാരണം ഇത്ര ക്രൂരമായിട്ട് ആ കുഞ്ഞ് അവളെ സ്നേഹിച്ചു എന്നല്ലാതെ അവൻ അവളെ ചീറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അപ്പൊ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് സാറേ. അതിന്റെ ജീവൻ എടുക്കണ്ടായിരുന്നു. ആ ഒരു രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഞാനും ഒരു അമ്മയാണ്, ടീച്ചറിൽ ഒരു. അപ്പം സാറേ ഈ സമൂഹത്തില് ഇപ്പൊ നമ്മൾ സീരിയല് സാറ് ചോദിച്ചു, അതിനകത്തുള്ള ഈ സീരിയൽ എന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതെല്ലാം നമ്മൾ ശരിക്കും അതിനെ വാല്യൂ ചെയ്യേണ്ട രീതിയിൽ തന്നെ കാണണം. ഇപ്പൊ നമുക്ക് ഒരാളെയോ മറ്റൊരാളെയോ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ സാറേ. ഓരോരുത്തരുടെയും ക്വാളിറ്റി അനുസരിച്ച് അവരെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോ ഒരുപാട് മിസ്റ്റേക്കുകളിൽ നിന്ന് കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നു, നമ്മൾ ഈ അല്ല, പക്ഷെ ഞാൻ ടീച്ചറോട് ചോദിക്കുകയാണ്, സാധാരണ നമുക്കൊക്കെ ധാരാളം പെൺകുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നു, നമുക്കും പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർ സാധാരണ ഇങ്ങനെ വയലൻസിലേക്ക് പോവുക അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുക ഒക്കെ താരതമ്യേന കുറവാണ്. പുരുഷന്മാരാണ്, ബോയ്സാണ് കൂടുതലും അടിപിടിയൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും കരുണ, സ്നേഹം ഇതൊക്കെ നമ്മൾ കാണുന്നത് കൂടുതലും സ്ത്രീകളിലാണ്. അപ്പോൾ അവരിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സാറേ. നമുക്കിപ്പം ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് പറയുക, നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ ആ ഒരു ലെവലും കാര്യമൊക്കെ നമുക്കൊരു
ഒരു ഐഡിയയോടെ നമ്മൾ ക്ലാസ് എടുക്കുക. ഇപ്പം അവരിലൂടെയും പല കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരവും പിള്ളേർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ പറയുന്നുണ്ട് അല്ലേ സാറേ? അപ്പൊ എല്ലാ തലങ്ങളിലും സ്ത്രീയും പുരുഷനും ഇവ തൊട്ടു മുമ്പ് ഒരു ആള് പറഞ്ഞു ഇങ്ങനെ സ്ത്രീകളുടെ, അത് ശരിയല്ല. ഇപ്പൊ നമ്മുടെ സുനിത വില്യംസ് പോലുള്ളവരൊക്കെ എവിടെയാ നിൽക്കുന്നത്? അങ്ങനെ നമ്മുടെ രാഷ്ട്രപതി, അങ്ങനെ സൈനിക വകുപ്പിലാണേലും എല്ലാ രീതിയിലും. അപ്പൊ നമ്മൾ ആ ജെൻഡർ അത് നമുക്കൊരു വിഷയമാക്കരുത് സാറേ. ക്രൈം ആര് ചെയ്യുന്നു അതിന്റെ രീതിക്കനുസരിച്ച് ആണായാലും പെണ്ണായാലും അതിനകത്ത് ഇവൻ പ്രായം പോലും ഓർക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് 80 വയസ്സുള്ള ഒരാൾ ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുക. സാറേ അദ്ദേഹം ഇത്രയും പിന്നെന്താ പറയാ പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏജിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണോ? വേണ്ട, കൊടുക്കേണ്ട കാര്യമില്ല. പ്രായമുള്ളവരാണേലും സാറേ പ്രായമില്ല. ഇപ്പൊ ഈ കുട്ടി പറയുന്ന ഞാൻ ന്യൂസ് കേട്ടു അവൾക്ക് ഇനിയും പഠിക്കണമെന്ന്. സാറേ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ക്രൂരത കാണിക്കാൻ ഈ കൊച്ചിന് കഴിയുന്നുവെങ്കിൽ നമ്മൾ എന്തോ അതിൽ നിന്ന് നമ്മൾ എന്തോ മനസ്സിലാക്കുന്നത്? അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി അത്രയും ക്രൂരമായിട്ട് 11 ദിവസം ആ കുഞ്ഞ് അനുഭവിച്ച ആ അവസ്ഥ, അവനൊരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത ഒരു മനുഷ്യഹൃദയമുള്ളവർക്ക് സാറേ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആണായാലും പെണ്ണായാലും ആരായാലും ക്രൈമിനനുസരിച്ച് നമ്മുടെ എന്താ പറയാ ശിക്ഷ ഉണ്ടാവും. അതാണ് സാറേ എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ടീച്ചറുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. ഷമീർ എനിക്ക് ഒരു അന്തം വിട്ട ഒരു ആളുടെ സ്മൈലി അയച്ചിരിക്കുന്നത്. എന്താണ് ഈ കുറ്റകൃത്യം കണ്ട് ഷമീറും അന്തം വിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വപ്ന സാമുവൽ പറയുന്നത് ജസ്റ്റിസ് കമാൽ പാഷയ്ക്കൊരു വിമർശനമാണ്. അദ്ദേഹം പറയുന്നത് ഈ വിധി ശരിയല്ല എന്ന് ഏതോ ഒരു മാധ്യമത്തിൽ പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് സ്വപ്ന സാമുവൽ പറയുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ വലിയൊരു നിയമജ്ഞനാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ സാങ്കേതിക വശങ്ങളായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക. അദ്ദേഹം ഏതായാലും ഒരു നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പല കോടതി ട്രയലുകളൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അറിവ് എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം കുറേ കൂടി നീതിപൂർവമായിട്ട് ഉള്ള ഒരാളാണെന്നാണ്. പക്ഷേ സ്വാഭാവികമായി എന്തെങ്കിലും ഒരു സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സായൂജ് പറയുന്നത് ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ് എന്നാണ്. സായൂജിൻ്റെ ആ അഭിപ്രായം കറക്റ്റാണ്. സുമി എന്നോട് ചോദിക്കുന്നത് ഈ വിധി ഇനി എന്ന് നടപ്പാകുമെന്നാണ്. നമുക്ക് ഒരു ട്രയൽ കോർട്ടിൻ്റെ വിധിയാണ്, ഇതിനി മേൽക്കോടതികളിൽ അപ്പീൽ പോകാം. ഈ വിധിന്യായങ്ങൾ മേൽക്കോടതികളും കൂടി പരിശോധിച്ച് ഒടുവിൽ രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടിയിലേക്ക്, തൂക്കിക്കൊല്ലലിലേക്ക് പോകുന്നു എന്നതാണ് നമ്മുടെ ഒരു നിയമ സംവിധാനം. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. സുമി, ഏതായാലും ഈ നീതി നടപ്പിലാകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുമുള്ളത്. ഗോകുൽ വിധിയെ പ്രശംസിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം സന്തോഷാണ് ചേരുന്നത്. സന്തോഷ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ് കേൾക്കാമോ? സന്തോഷിന് എന്ത് തോന്നുന്നു? ഈ നമ്മുടെ വേറൊരു വിധി ഇന്ന് പുറത്തു വന്നു. കൊൽക്കത്തയിൽ ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു കേസിലെ പ്രതിക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മരണം വരെ ജയിലിൽ കിടക്കാനും 50,000 രൂപ പിഴയുമാണ്. പക്ഷേ ഇവിടെ നല്ല കുറച്ചുകൂടി കടുത്ത ഒരു ശിക്ഷ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിയമം ശക്തമായി നടപ്പിലാകുന്നു എന്ന് കരുതുന്നുണ്ടോ സന്തോഷ്? ഈ വിധി ഇപ്പോ ജഡ്ജിക്ക് കയ്യടി നേടുകയും മാധ്യമങ്ങളിലൂടെ ഈ 2 ദിവസത്തേക്ക് ചർച്ച നടത്തുകയും ചെയ്യാം എന്നുള്ളതേ എനിക്ക് ഇത് കാണുന്നുള്ളൂ. കേരളത്തിൽ 39 വധശിക്ഷയ്ക്ക് വിധിച്ച തടവുകാരുണ്ട്. 39 ആള്. ഇതും കൂടി ചേരുമ്പോൾ 40ആയി. ഇല്ല, ഇത് 39ാമത്തെ. ഇത് 40 അല്ലേ? 39ാമത്തെയാണോ? ഞാൻ 40. ശരി. അപ്പൊ 3 സ്ത്രീകളാണ് അതിലുള്ളത്. ഇവരുടെ എല്ലാം ഈ 39, ഇതിനു മുമ്പേ ഉള്ള 38 ആളുടെ ഫോട്ടോ എടുത്തോണ്ട് പുറത്തേക്ക് വിടുവോ? കാരണം ഇവരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും. അത്രയ്ക്ക് ഗ്ലാമർ ആയിരിക്കും. കാരണം ഇവരെ വധശിക്ഷയ്ക്കൊന്നും വിധിച്ചാലും ഇത് വധശിക്ഷ നടപ്പാക്കില്ല. ഇതിന് വേണ്ട നമ്മളെ ഈ ഇന്ത്യയിലെ നിയമം മാറ്റണം. കാരണം അവയവങ്ങൾ കട്ട് ചെയ്ത്, ഏതെങ്കിലും ഒരു അവയവം കട്ട് ചെയ്ത് വിടണം. അത് മരണം വരെ അനുഭവിക്കണം. ഞാൻ ഈ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്കിത് പറ്റിയതെന്ന് അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു മാതൃക പാഠമായി മാറും. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ കൊൽക്കത്തയിലെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിന്റെ കണക്കെടുത്ത് നോക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വധശിക്ഷ കാത്ത് കഴിയുന്ന ഇപ്പോൾ 39 പേരാണ്. ഷാരോൺ കേസിലെ വിധി വന്നതോടുകൂടി ഗ്രീഷ്മ എന്നത് 40ാമത്തെ ആളായി.
40 അല്ലേ? അതെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ കിട്ടിയത്. അത് 15 പേർക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ 1991 അവസാനം പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരാളെ തൂക്കിക്കൊന്നത് റിപ്പർ ചന്ദ്രനെ പൂജപ്പുരയിൽ 1974 അത് കളിക്കാവിള അശോകനെയാണ് അന്ന് 1974 തൂക്കിക്കൊന്നത്. ഞാൻ ജനിച്ച വർഷമാണ് 1974. അത് അപ്പൊ ഞാൻ ഇപ്പൊ റിട്ടയർ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് മനസ്സാറിന്റെ പ്രായം നോക്കാം. ഓക്കെ. പിന്നെ ഈ നമ്മളെ കൊൽക്കത്തയിലെ ഇന്നത്തെ വിധി വന്നതിൽ ഒരു വിരോധാഭാസം ഉണ്ട്. എനിക്കത് മനസ്സിലായിട്ടില്ല ആ വിധിയുടെ കാരണം. അത് ജീവപര്യന്തമാണ്. അത് ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ അല്ലേ? 50,000 രൂപ പിഴ. ഈ 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ 5 വർഷം കൂടെ അനുഭവിക്കണം. കാരണം ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ നേടിയവന് പിന്നെ അത് കഴിഞ്ഞ 50,000 കൊടുത്തില്ല 5 വർഷം പിന്നെ എവിടെ അവന്റെ ബോഡിയാണ് കൊണ്ടുവച്ച് തടവ് ശിക്ഷ കേൾക്കേണ്ടത്. എനിക്കറിയില്ല ആ വിധി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിന് മനസ്സിലായോ അത്? അല്ല, അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കോടതി പല കുറ്റങ്ങളായിട്ടാണല്ലോ ഈ വിചാരണ നടത്തുക. അപ്പോൾ ഒരു കുറ്റത്തിന് ശിക്ഷ കൊടുത്തു, അടുത്ത കുറ്റത്തിന് വേറൊരു ശിക്ഷയുണ്ടാവും. അപ്പോൾ ഈ ചിലത് ഈ ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന ഒരു തരത്തിലേക്കാണ് അതിനെ വ്യാഖ്യാനിക്കുക. അങ്ങനെയല്ല സാറേ, ജീവിതാന്ത്യം വരെ എന്ന് പറഞ്ഞാൽ അന്ത്യം വരെയാണല്ലോ. അതെ, എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വിചാരിക്കുക. അയാൾക്കും ചിലപ്പോൾ വേറെ ഒരു കഠിന തടവ്, വേറെ അതേ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി തട്ടിക്കൊണ്ടുപോകലിന് കഠിന തടവുണ്ടാകും. അപ്പൊ ഇത് വിധികൾ ഒന്നിച്ച് അനുഭവിക്കുക. ഇന്നത്തെ നമ്മളെ ഗ്രീഷ്മ വിധിയില് തട്ടിക്കൊണ്ടു പോകൽ എന്നൊരു വകുപ്പ് വന്നിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകലല്ലോ ഈ ഷാരോൺ അങ്ങോട്ട് പോയതല്ലേ തട്ടിക്കൊണ്ടുപോകലായിട്ട്. അത് തട്ടിക്കൊണ്ടുപോകൽ എന്ന് വെച്ചാൽ ഒരാളെ പ്രലോഭിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനെ നമുക്ക് അങ്ങനെയും അതിനെയും കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ വിളിച്ച് മുട്ടായി തരാം എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ കുഞ്ഞ് ഇഷ്ടംപോലെ പോയതല്ല. അതിന് അനിതാകുമാരി ഉണ്ടല്ലോ കൊല്ലത്ത്, ഇത് സിന്ധുകുമാരി. ഇവരുടെ അമ്മ സിന്ധുകുമാരി, മറ്റത് അനിതാകുമാരി. ഏതായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. ശക്തമായൊരു വിധി മേൽക്കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ജോസഫ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരേ വേവ്ലെങ്തിലാണ് ചിന്തിക്കുന്നത്. ആ വേവ്ലെങ്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതിൽ വളരെ സന്തുഷ്ടനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, പ്രസിഡന്റിന്റെ ദയാഹർജിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതൊക്കെ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഈ ഏറ്റവും വലിയ കടത്ത് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്ന ഗൾഫ് അറേബ്യൻ കൺട്രീസിൽ പോലും ബ്ലഡ് മണി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. എന്തായാലും അത് ഇവിടെ ഇല്ല. പിന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു ജഡ്ജിയുടെ മനോവികാരങ്ങളെ കാണിക്കുന്ന സന്ധ്യമയങ്ങ് നേരെന്ന് പറഞ്ഞ് ഭരത് ഗോപി നായകനെ സിനിമ എനിക്ക് ഓർമ്മ വരികയാണ്. പിന്നെ ഈ ജഡ്ജ്മെന്റുകളൊക്കെ സബ്ജക്റ്റീവാണ്. ആ ജഡ്ജിമാരുടെ മനോഗതി വേറെ ജഡ്ജി ആണെങ്കിൽ കൊടുക്കില്ല. കമൽ പാഷ ഇതിൽ ഉസ്താദായിരുന്നു. മിസ്റ്റർ കമൽ പാഷ, അദ്ദേഹത്തിന് ബഹുമാനത്തോടെ മിസ്റ്റർ എന്ന് പറയുന്നു. അദ്ദേഹം ഇതിൽ ഉസ്താദായിരുന്നു തൂക്കിക്കൊല വിധിക്കുന്നതിന്റെ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കുട്ടിയെ വേറൊന്നുണ്ട്, ഇത് ഈ വിപ്രലംബ ശൃംഗാരമുണ്ട്, സംഭോഗ ശൃംഗാരമുണ്ട്. ഇത് സംഭോഗ ശൃംഗാരം തമ്മിലുണ്ടായിരുന്നു. വിപ്രലംബം തന്നെ മേലോട്ടുള്ള കളിയില്ല. സംഭവ ശൃംഗാരം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. ആ കാര്യത്തിൽ ആ ചെക്കനും കുറച്ച് അതിരി വിട്ടിട്ട് പോയിട്ടുണ്ട്. അത് എത്ര 21 നമ്മളൊക്കെ എത്രയോ കാലങ്ങളൊക്കെ കല്യാണം കഴിച്ച് 30 വയസ്സിലാ. ഞാൻ ചില പ്രത്യേക കാരണം കൊണ്ട് ഭാര്യയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുമിച്ചാണെങ്കിലും ഞാനിപ്പോ ഒരു പെണ്ണിന്റെ മേലോട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് അവനും കുറച്ച് സൂക്ഷിക്കണമെന്ന്. മാത്രമല്ല ജാതി മത പ്രശ്നം കൂടി. ഈ കുട്ടി നായർ കുട്ടിയാ, നായർ സ്ത്രീയാണ് ഈ പെൺകുട്ടി. മറ്റേ ആളാണെങ്കിലോ അദ്ദേഹം ഒരു ലാറ്റിൻ കത്തോലിക്കണമെന്നല്ല അറിവ്. ആ ഒരു വിഷയം കൂടിയിലുണ്ട്. അത്രയും എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീജ എന്നാണ് പേര് പറഞ്ഞത്. പ്രദീപ്. പ്രദീപ്. പ്രദീപ്, നമസ്കാരം. പ്രദീപ് അമേരിക്കയിലേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പോയില്ല അല്ലേ? മനു, എന്നെ ഇവിടുന്ന് വോട്ടിച്ചേ പറ്റുള്ളൂന്നുണ്ടോ? അതോ ഇല്ല, പ്രദീപ് ഇവിടെ നിൽക്കണം. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ട്രംപ് ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാണല്ലോ, അപ്പൊ സ്വാഭാവികമായും അവിടെ ചെന്ന് അതൊക്കെ കാണാനൊക്കെയുള്ള താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാ. മനു, -5, -6 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അതെ, ആർട്ടിക് ഈക്വലന്റ് ടു ആർട്ടിക് വെതർ എന്നൊക്കെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അടിക്കുന്നുണ്ട്. അതെ. തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ, നമുക്ക് കേരളത്തിന് നല്ല കാലാവസ്ഥ കുറച്ചുകൂടി ആസ്വദിച്ചിട്ട് പോകാം അല്ലേ? കേരളത്തിലെ കാലാവസ്ഥ നല്ലതാണല്ലോ, നല്ല ജനങ്ങളാണ്. ഏതായാലും പേടിക്കണ്ട, നമ്മൾ ട്രംപിന്റെ മുഴുവൻ സത്യപ്രതിജ്ഞ ന്യൂസ് 18 ഫുള്ളായി നമുക്ക് ലൈവായി കൊടുക്കുകയും ചെയ്യാം. ശ്രീ പ്രദീപിനെ നമ്മളെ ന്യൂസ് 18നോടൊപ്പം ചേരാം. നമസ്കാരം മിസ്റ്റർ മനു. എനിക്ക് ഒരു ഈ വിഷയത്തിൽ നിന്ന് മാറിയാണ്. എന്നിരുന്നാലും പറയാം, എനിക്കിപ്പോ ഈ വാഴ്ത്തുന്നതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെനുവിനെ കുറിച്ചൊരു പാട്ടൊക്കെ, ഒരു വാഴ്ത്തു പാട്ടെല്ലാം പാടട്ടോ എന്ന് വിചാരിച്ചാണ്. എന്തായാലും ഈ
ഇതായതുകൊണ്ട് ഇന്ന് ഞാൻ പാടില്ല. കാരണം ഇപ്പൊ മൊത്തം പുകഴ്ത്തലുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർമാർക്ക് പുകഴ്ത്തലുണ്ട്, മുഖ്യമന്ത്രിക്ക് പുകഴ്ത്തലുണ്ട്. പിന്നെ നമ്മളെ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഇപ്പൊ ഞാൻ എന്നെ ഒരാള് നല്ലത് പറയുമ്പോൾ സന്തോഷിക്കില്ല. അപ്പൊ മുഖ്യമന്ത്രിയും സാധാരണ അദ്ദേഹം നമ്മളുടെ അത്ര പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും ഒരാളെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ആളുകളൊക്കെ ഒന്ന് പുകഴ്ത്തി പാടട്ടെ ചെമ്പടയ്ക്കു കാവലാൾ, ചെങ്കടൽ കടന്നൊരാൾ എന്നൊക്കെ പറഞ്ഞ് വരട്ടെ. അപ്പൊ കേൾക്കുമ്പോ ഒരു രസമല്ലേ? ആയിക്കോട്ടെ മിസ്റ്റർ മനു, ഇതില് ഒരു കാര്യം പറയാനുള്ളത്, ഒത്തിരി കാരണം ഒരുപാട് ഒരു വേദി വന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മിസ്റ്റർ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഇതിനകത്ത് ഓഡിറ്റായിട്ട് കുറെ എടുക്കാത്ത വിഷയങ്ങളുണ്ട്. പ്രതിഭാഗത്തുനിന്ന് പരാമർശിക്കാത്തതും അംഗീകരിക്കാത്തതുമായ കുറച്ച് സംഗതികളുണ്ട്. അതിപ്പോ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അത് വരുമ്പോൾ ഹൈക്കോടതി ഇതിന്റെ അടുത്ത മേൽക്കോടതിയിലോട്ട് പോകുമ്പോൾ അത് മിക്കവാറും ഇത് ഒരു ജീവപര്യന്തമായിട്ടോ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ റയർ ആൻഡ് ഡയറസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇതിനെക്കാളും ബ്രൂട്ടലായിട്ടായിരുന്നല്ലോ നമ്മുടെ ജിഷ വധക്കേസ് നടത്തിയത്. വളരെ ബ്രൂട്ടലായിരുന്നില്ലേ? നമ്മുടെ ഇരട്ടക്കൊല കാസർഗോഡ് ഒക്കെ ഉണ്ടായല്ലോ. അതെ, അതിനൊന്നും തൂക്കുകയറ് കൊടുത്തിട്ടില്ല. അതിനെല്ലാം ജീവപര്യന്തം തന്നെ. അതെ അതെ, മിക്കവാറും ആ റേഞ്ചിൽ തന്നെ ആയിരിക്കാം പോകുന്നത്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വധശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഒരാളെ കൊല്ലാൻ ഒരാൾക്കും അധികാരമില്ല. പിന്നെ മിസ്റ്റർ മനു, നമ്മൾ ഈ പെൺകുട്ടിയുടെ സൈഡും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ എല്ലാവരും ഈ പെൺകുട്ടികളെ മാത്രം കുറ്റം പറയുന്നു. പുരുഷന്മാര് ശരിയാണോ? ഈ പുരുഷന്മാര് കൂടുതൽ പലരും ഉണ്ട് ഇതില്, സ്ത്രീകളും വരുന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത്. സ്ത്രീകളുടെ പരിധിയെ വളരെ കുറവാണ്. അല്ല, പണ്ടൊട്ടും ഇല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് വന്നു. അതെ അതെ മിസ്റ്റർ മനു, ഇതിനകത്ത് വേറൊരു സംഗതിയുണ്ട്. നമ്മൾ അത് എത്രമാത്രം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഈ പെൺകുട്ടി ഈ കൊല ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം ആരും പറയുന്നില്ല. ആ കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ തമ്മിൽ സ്വകാര്യമായി ഉണ്ടായിരുന്ന ചില ഫോട്ടോസും കൊല സാധനങ്ങളും ഈ പയ്യന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഭയന്നിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തിലോട്ട് എത്തി എന്നും പറയപ്പെടുന്നു. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ വീട്ടുകാർ വളർത്തി എന്ന് പറയുന്നു. എന്നെ ഒരു അമ്മ വളർത്തിയതാണ്. ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ഞാനും ആരുടെയും ഫോട്ടോകൾ എടുത്ത് എന്റെ വീട്ടിൽ വെക്കുക ചെയ്തിട്ടില്ല. അവരെന്നോട് വേണ്ട, നമ്മൾ തമ്മിൽ ശരിയാവത്തില്ല, നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഓക്കെ, നിനക്ക് നല്ല സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ വേണ്ടേ? പുരുഷന്മാരായാലും ആണുങ്ങളായാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പിന്നാലെ പോയി അത് തന്നെ വേണം. ഈ സ്നേഹം എന്നുള്ളത് പിടിച്ചു പറിച്ച് വാങ്ങാനുള്ളതല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഈ പുരുഷന്മാരും പുതിയ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ തന്നെയാണ് ഈ ക്രൈം ഇത്രയും കൂടാനുണ്ടായ കാരണങ്ങളിൽ. സന്തോഷം. വ്യക്തമാണ്. ഏതായാലും നമുക്ക് കൂടുതൽ പിന്നീടും സംസാരിക്കാം. വിഷ്ണു നായർ പറയുന്നത് സ്ത്രീകൾ പ്രതികളാകുന്ന കേസുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള. എൻ്റെ വിഷ്ണു, ഞാൻ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്. സ്ത്രീകൾ പ്രതികളാകുമ്പോഴാണ് അതിന് പ്രത്യേകിച്ച് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് മറ്റൊരു കേസ് ഞാൻ ഓർക്കുകയായിരുന്നു. അവിടെ കണ്ണൂരിൽ ഒരു കുഞ്ഞിനെ അമ്മ പാറയിൽ കൊണ്ടുപോയി എറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കണ്ണൂരിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. പക്ഷേ ഞങ്ങളൊക്കെ ആദ്യം ധരിച്ചത് അച്ഛനാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് അവിടുത്തെ എല്ലാവരും നാട്ടുകാരും ഒക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നെ അന്വേഷണം വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് അതിൻ്റെ പുറകിൽ അമ്മയായിരുന്നു എന്ന്. അപ്പോൾ അവരിന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇത് ഒരുപക്ഷെ പശ്ചാത്താപം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ സ്ത്രീകൾ പ്രതികളാകുന്ന കേസുകളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നാസർ പറയുന്നത് തേപ്പ് തൊഴിലാളികൾക്കുള്ള ഒരു താക്കീതാണ് സെഷൻസ് കോടതി വിധിയെന്നാണ്. ഏതായാലും തേപ്പ് തൊഴിലാളികൾ എന്ന് വെച്ചാൽ മറ്റേ എനിക്ക് മനസ്സിലായി ആളെ പറ്റിക്കുന്ന. ഓക്കെ, യെസ്. ഡെത്ത് പെനാൽറ്റിയോട് തനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നു സഫിയ. ബട്ട് അവർക്ക് കൊടുക്കേണ്ടത് ആണ് 2-3 ആവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി, ജീവിക്കാൻ പറ്റാത്ത തരത്തിലൊക്കെ ആക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വളരെ കാടത്തപരമായ അങ്ങനെയാണോ ഒരു സമീപനം വേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ നിയമ സംവിധാനം അനുകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. സഫിയ ഇസ്മായിൽ, സഫിയയുടെ അഭിപ്രായം ഏതായാലും വളരെ വ്യക്തമാണ്. പൃഥ്വിരാജ് ആർജെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജി ഭാസ്കരൻ, അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, ഇത് യൂട്യൂബിലുണ്ട്. ഷിജി കൂടെ പോയെന്ന് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമാൽ പാഷ കോൺഗ്രസ്സുകാരനെ പോയി. ഷിജി ഈ CPM പ്രവർത്തകനാണോ, അനുഭവമുള്ള ആളാണെന്ന് എനിക്കറിയാം.
അപ്പോൾ എപ്പോൾ എല്ലാറ്റിലും ഈ CPM കോൺഗ്രസ് BJP ഇങ്ങനെ നോക്കണ്ടെന്ന്. അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു, നല്ല ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോടതികളിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കോൺഗ്രസ് വക്താവാണെന്ന് പറയണ്ട, നമ്മളെ എതിർക്കുന്നവരെയും ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോഴാണ് സത്യത്തിൽ അത് നല്ല ഒരു രാഷ്ട്രീയമാണ്. ഷാജി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഷാജി എനിക്ക് ഹായ് പറയുന്നു. ഷാജിക്കും എൻ്റെ ഹായ്, ഗുഡ് ഈവനിങ്. ഷാജി പറയുന്നത് ജീവപര്യന്ത ശിക്ഷ ആണ് വേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, ഷാജിയുടെ അഭിപ്രായം അതായിരിക്കാം, പക്ഷേ കടുത്ത ശിക്ഷ വേണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. ഈ സ്കോർ എൻ്റർടൈൻമെൻറ്റ്സ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് കേസ് വിധി ഇതാണെങ്കിൽ സമൂഹത്തിന് ഒരു മോഡൽ വിധിയായി ഇതിനെ പരിഗണിക്കണം എന്ന് പറയുന്നു. നമുക്കൊപ്പം ഒരു സ്ഥിരം പ്രേക്ഷക നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയ, ഇത് ദീർഘകാലമായി പൊതുവേദിയെ മറന്നുപോയത്, എന്താ പറ്റിയത് വിളിക്കാത്തത്? നമസ്കാരം മനു. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്താണ് മറന്നുപോയെന്നെ? മറന്നുപോയതല്ല, ഞാൻ എന്നും വിളിക്കുന്നുണ്ട്, ഞങ്ങൾ മത്സരിച്ച് വിളിക്കുന്നുണ്ട്, പക്ഷെ ബെല്ലടിക്കുന്നുണ്ട്, അവരവിടെ കണക്ട് ചെയ്യുന്നില്ല. എന്താ കാര്യമെന്ന് അറിയത്തില്ല. അതെന്താണാവോ അങ്ങനെ സംഭവിക്കുന്നത്? ഞാനത് പരിശോധിക്കാം. ഏതായാലും ഭർത്താവും സഹായിക്കുന്നുണ്ട് പൊതുവേദിയിലേക്ക് വിളിക്കാൻ അല്ലേ എപ്പോഴും? ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിൽ വിളിക്കുന്നുണ്ട്, 5ഉം 10ഉം പ്രാവശ്യം ഒക്കെ വിളിക്കും, ബെല്ലടിക്കും, അവര് കണക്ട് ചെയ്യുന്നില്ല. ഞാൻ നോക്കാം. ഒന്ന് ചെക്ക് ചെയ്യണം പ്ലീസ്. പിന്നെ തൂക്കുകയർ പാഠമാകുമോ എന്ന് ചോദിച്ചാൽ ഒരു പാഠവും ആവത്തില്ല. ഗോവിന്ദസ്വാമിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, നമുക്കത് ഒരു പാഠമാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു പരിഭവമുണ്ട്, ഒരു സ്ത്രീ എന്ന നിലയില് നമ്മുടെ ഒരു കൗൺസിലറിനെ തട്ടിക്കൊണ്ടുപോയല്ലോ, അതിനെപ്പറ്റി എന്താ മനു ഒരു ചർച്ച വയ്ക്കാത്തത്? അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, നാളെയും അത് ഓരോ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ ചർച്ചകളുണ്ടല്ലോ. ഒന്ന് പൊതുവേദി, പ്രൈം ടൈം, പിന്നെ 8 മണിക്ക് നമ്മൾ വേറൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഇത് 3 ഒരേ വിഷയങ്ങളാകേണ്ട, പല വിഷയങ്ങളാകുമ്പോൾ പ്രേക്ഷകർക്ക് അത് കുറെ കൂടി രസകരമായിരിക്കും, അല്ലെങ്കിൽ കാണാനൊക്കെ അവർക്ക് ആശയവിനിമയത്തിനൊക്കെ നല്ലതായിരിക്കും എന്നുള്ള ധാരണയിലാണ്. നമുക്ക് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് ഒരു ദിവസം ചർച്ചയ്ക്ക് എടുക്കുക, അത് അടുത്ത ദിവസം എടുക്കുക. അതിലും തീർച്ചയായിട്ടും വെക്കണം, കാരണം അവര് നന്നായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചെന്ന TV കൂടെ അറിഞ്ഞത് കേട്ടോ, നമുക്കറിയത്തില്ല. അവര് കരയും പറയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് അതിന്റെ സത്യാവസ്ഥ നമുക്കതൊന്ന് നോക്കണം. കിഡ്നാപ്പിംഗ് ആണോ അതോ ഈ കുതിരക്കച്ചവടമാണെന്നാണ് മറ്റേവർ പറയുന്നത്. അപ്പൊ കിഡ്നാപ്പിംഗ് ആണോ അതോ ഹോഴ്സ് ട്രേഡിംഗ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചർച്ച ഒരു ദിവസം. പിന്നെ ഒരു വിഷയം ഇന്നിപ്പോ പറയുന്നുണ്ട്, അധ്യാപകരുടെ പണിമുടക്കിന് ഡൈറ്റ് ലോൺ ഉണ്ടെന്ന്. അതും ഒരു ചർച്ച എടുക്കണം കേട്ടോ. അത് ശരി, അത് നമുക്ക് കൊടുക്കാം. അധ്യാപകരുടെ പണിമുടക്ക് അതെന്താ, ഈ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ അവിടെ? പിന്നെ എന്റെ അധ്യാപകരായിരുന്നു. അത് ശരി, ഓക്കെ. നമുക്ക് അധ്യാപകരുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ നാടിന്റെ. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഏതായാലും ശ്രീമതി ജയ കുറെ ദിവസത്തിന് ശേഷം വിളിച്ചല്ലോ, നമുക്ക് വളരെ സന്തോഷം. താങ്ക് യു. ഭർത്താവിനോട് എൻ്റെ അഭിവാദ്യങ്ങളൊക്കെ, അല്ല അഭിവാദ്യങ്ങൾ എന്ന് പറയാൻ പാടില്ലെന്നല്ലേ ഭർത്താവ് പറഞ്ഞു, എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക. യെസ്, വ്യക്തമാണ് അഭിപ്രായം. സായുജ് പറയുന്നത് ഷാരോൺ ഏട്ടൻ അനുഭവിച്ചതിൻ്റെ പെയിൻ അവൾക്കും കിട്ടണം എന്ന് പറയുന്നു. മീര പറയുന്നത് കോടതിക്കും കേരള സർക്കാരിനും പോലീസിനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അഭിനന്ദനങ്ങളെന്നാണ്. മീരയുടെ അഭിനന്ദനങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയും അതുപോലെ സർക്കാരും എല്ലാം ഇത് കേൾക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. മീരയെ പോലെ തന്നെ ഞാനും അവരെ ഈ അവസരം അഭിനന്ദിക്കാൻ ഉപയോഗിക്കുകയാണ്. ഇത് മറ്റൊരു പ്രേക്ഷകൻ വരുന്നത് ന്യൂസ് 18 ഭൂപടത്തിൽ എന്തോ തെറ്റുണ്ടെന്നാണ് പറയുന്നത്. ഞാനത് നോക്കാം, എന്താണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ വരാൻ വഴിയില്ല. എവിടെയാണ് ഈ ഭൂപടം അടിച്ചു കണ്ടതെന്ന് എനിക്കറിയില്ല. SK ഞാൻ പരിശോധിക്കാം, അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. നോക്കാം. ശ്രീലങ്കയും കൂടി നമ്മുടെ ഉൾപ്പെടുത്തിയെന്നാണ്. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് ജോസഫ് തൃശ്ശൂർ ടു ഫർദർ പ്രാക്ടീസ്. ഒരു പ്രാക്ടീസ് ഉണ്ട്. ജഡ്ജ് പേനയുടെ മുന ഒടിച്ചു കളയും. വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം കൊല്ലപ്പെട്ടു എന്ന് കരുതിയാൽ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ബാക്കിൽ എനിക്ക് പുറകിൽ കാണുന്ന മാപ്പ് അല്ലേ, അതിൽ നമ്മൾ ശ്രീലങ്ക അടയാളപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അടയാളപ്പെടുത്താം. നമുക്ക് ശ്രീലങ്കയോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ശ്രീലങ്ക നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അയൽ രാജ്യമാണ്, നമുക്ക് അവരോട് സ്നേഹമാണ്. അപ്പോൾ നമ്മളും അത് അടയാളപ്പെടുത്തുക. എനിക്ക് തോന്നുന്നത് അത് എന്താണെന്ന് ഞാൻ പരിശോധിക്കാം ബാക്കിലെ മാപ്പിൽ. ഓക്കെ. ഇത്രയും വളരെ സൂക്ഷ്മമായി പൊതുവേദി നിരീക്ഷിക്കുന്നു എന്നതാണ് SK
താങ്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രയും സൂക്ഷ്മമായി പൊതുവേദി നിരീക്ഷിക്കുന്നതിൽ സന്തോഷം. കോടതി വിധി സമൂഹത്തിന് ഒരു മാറ്റത്തിന് ഉതകട്ടെ എന്ന് പറയുന്നു ഷോർട്ട് ജേണി നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. സെബാസ്റ്റ്യൻ ചിറമേൽ പറഞ്ഞത് ജഡ്ജി ഒരു പേനയുടെ മുന സാധാരണ അങ്ങനെ മരണവിധിയാണെങ്കിൽ തൂക്കുകയറാണെങ്കിൽ അതിനുശേഷം പേനയുടെ മുന ഒടിച്ചു കളയുന്ന ഒരു പതിവുണ്ട്. അത് നമ്മുടെ കോടതിയുടെ ഒരു പതിവാണ്. അത് ഇപ്പോൾ സെബാസ്റ്റ്യൻ ചിറമേൽ ഓർമ്മിപ്പിക്കുന്നു. മീര പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ നിന്ന് 211 കോടി കാണാതായതിൽ ചർച്ച കണ്ടില്ലല്ലോ എന്ന. മീരെ എല്ലാം നമ്മൾ ഈ പൊതുവേദിയിലൂടെ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ വാർത്തയും മാറ്റി നിർത്തി പൊതുവേദി മാത്രമാക്കേണ്ടി വരും. അത് പക്ഷേ എല്ലാവരും സമ്മതിക്കുമെന്ന് അറിയില്ല. ഞാൻ തയ്യാറാണ്, ഞാനിവിടെ റെഡിയാണ്, രാവിലെ തൊട്ട് കാണാം. ഒപ്പം വിഷ്ണു പറയുന്നത് ഒരാളെ മാനസാന്തരപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ ക്ഷമിക്കുമ്പോൾ ആണ് എന്ന് പറയുന്ന ഒരാൾ. സ്വാഭാവികം അങ്ങനെയാണ്, ഒരാൾ മാനസാന്തരപ്പെടുത്തണം അതൊക്കെ. പക്ഷേ ചിലതൊക്കെ നമുക്ക് അങ്ങനെ ക്ഷമിച്ച് കളയാൻ പറ്റില്ല വിഷ്ണു. പിന്നെ അജ്വാദ് പറയുന്നു വധശിക്ഷ നടപ്പിലാക്കണം, അല്ലാതെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. വിഷ്ണു നമുക്കൊപ്പം പറയുന്നുണ്ട് യേശു കർത്താവ് ക്ഷമിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചത് എന്താണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ദൈവം മനുഷ്യൻ്റെ തെറ്റുകൾ ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഒപ്പം സ്പോർട്സ് ഗുരുവിനെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. സ്പോർട്സ് ഗുരു പറയുന്ന വിധിയെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ നടപ്പാക്കാൻ മിനിമം 20 വർഷം എടുക്കും എന്ന് തോന്നുന്നു. എനിക്ക് അഭിവാദ്യങ്ങളൊക്കെ നേരുന്നുണ്ട്. സ്പോർട്സ് ഗുരുവിന് എൻ്റെ അഭിവാദ്യങ്ങൾ ഞാനും അറിയിക്കുകയാണ്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേരെന്തായിരുന്നു? സത്യൻ ഉണ്ണികൃഷ്ണനും ഉണ്ട് നമുക്കൊപ്പം കൊല്ലത്തുനിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ നമസ്കാരം സാർ. നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണൻ കുറെ ആയി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? അല്ല, ഞാൻ മറ്റുള്ളവർക്ക് കൂടെ ഇച്ചിരി അവസരം കിട്ടണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത്. ഞാൻ വിളിക്കാൻ ഇഷ്ടമാണ്, കണക്ട് ആവും. അപ്പൊ അവർക്ക് അറിയാൻ കിട്ടത്ത്. അത് നല്ലൊരു ഇതാണ്. പക്ഷെ പൊതുവേദി മറക്കുന്നില്ല എന്നത് അറിയുന്നതിൽ സന്തോഷം. മറ്റാളുകൾക്കും നമ്മൾ കുറച്ചൊക്കെ അവസരം കൊടുക്കുന്നത് ഇടയ്ക്ക് നല്ലതാണ്. പക്ഷെ എന്ന് കരുതി നമ്മളും പ്രതികരിക്കാതിരിക്കരുത്. ഏതായാലും ഇന്ന് വിളിച്ചത് സന്തോഷം. ശ്രീ ഉണ്ണികൃഷ്ണന് ഇങ്ങനെ ഇന്നത്തെ വിധികളൊക്കെ കേട്ടപ്പോൾ 2 വിധി ഉണ്ടായല്ലോ, ഒന്ന് കൊൽക്കത്തയിലും ഒന്ന് കേരളത്തിലും. എന്ത് തോന്നി? നമ്മുടെ നിയമം കുറെ കൂടി ശക്തമാവുന്നു, ആളുകൾ ഭയപ്പെടേണ്ട തരത്തിലേക്ക് എന്ന് പറയുന്നുണ്ടോ? കൊൽക്കത്തയിലതിനകത്ത് തൂക്കുകയർ കൊടുക്കാത്തതിനെ പറ്റി പലരും പറയുന്നുണ്ട്. അപ്പൊ റയർ അല്ലാത്തത് കൊണ്ടാണ് ഈ റയർ എന്ന് പറയുന്ന വാക്കായിരിക്കാം എല്ലായിടത്തും. അപ്പം എനിക്ക് അതിനകത്ത് 17 ലക്ഷം രൂപ ഒറ്റയടിക്കത് നിരാകരിച്ച അച്ഛനെ അമ്മയെ സമ്മതിക്കുക. കാര്യം അങ്ങനെയുള്ളവരില്ല. കാര്യം കിട്ടുന്ന രൂപ ഇനി വാങ്ങിച്ചു വെച്ചോണ്ട് പിന്നെ മുമ്പോട്ടുള്ള ഡയലോഗ് അടിക്കലാണ്. ഇപ്പൊ ജിഷ്ണു പ്രണവിരെയൊക്കെ ആയാൽ തന്നെയും അവരൊക്കെ കിട്ടിയ രൂപ അങ്ങ് വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇതേ സംഭവം നമ്മളെ പാരിപ്പള്ളിയിൽ കുത്തുകൊണ്ട് മരിച്ചൊരു മണിയമ്പിള്ള സാറുണ്ട്, പോലീസ് ഡ്രൈവറായിരുന്നു, ആർമിയിലായിരുന്നു ഉദ്യോഗസ്ഥ. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത കാര്യം ആടാന്റിനെ കയറി പിടിക്കാൻ പോയി. അപ്പം കൊല്ലം കോടതി വെച്ച് ശിക്ഷ വിധിക്കുമ്പോഴത്തേക്ക് ആടാന്റണി പിഴ അടയ്ക്കണം. ആ പിഴ ഇനി ഗീത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, മക്കളെന്ന് പഠിക്കുകയായിരുന്നു. അവരപ്പടി തന്നെ അത് പ്രഖ്യാപിച്ചത്. എനിക്ക് വേണ്ടാവും വല്ലാനും പിടിച്ചും പറിച്ചും കൊന്നൊക്കെ പൈസ എനിക്ക് വേണ്ടെന്ന് അവര് നിരാകരിച്ച്. അതിനുശേഷം പിന്നെ ഇപ്പൊ ഈ അച്ഛനും അമ്മയാ ഈ പെങ്കൊച്ചിന്റെ ഈ റയറാണെന്നെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്ക് ഒരു വലിയ സംഭവം. അത് കോടതി ചിലപ്പോൾ റയറായിരിക്കും. പിന്നെ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തൂക്കേറ് ഇതിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുന്നതൊക്കെ നടപ്പോഷനല്ല. പക്ഷെ കമാൽ പാഷ സാറ് പറഞ്ഞത് ചിലപ്പം മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പം ഈ തൂക്കേറുന്ന ഈ കൊച്ചി രക്ഷപ്പെട്ടു വന്നില്ല. പാഠമാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊന്ന് പാഠമാവുക. ഇതിനെ നേരത്തെ ഒരാൾ പറഞ്ഞത് ആൺപിള്ളേർ അങ്ങനെ അങ്ങ് അടിമപ്പെടാതെ വേണ്ടാന്ന് പറയുമ്പം അവന്റെ ആ ഡിഗ്നിറ്റി, അവന്റെ ആണെന്നുള്ളൊരു ഡിഗ്നിറ്റി, അതിനെ അങ്ങ് നമുക്ക് കാത്തു സൂക്ഷിച്ച് അങ്ങോട്ടങ്ങ് മാറിപ്പോയി അടുത്തൊരാളെ കിട്ടുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അങ്ങേ പ്രണയിക്കുന്ന ഒരാൾ വരൂന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ പോയേക്കാം. അതല്ലേ, ആ പ്രായം കൂടെ ആയിരിക്കും. ചിലപ്പോ ആ പയ്യൻ അത്രയും ശുദ്ധനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വിഷം കുടിക്കാനൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴൊക്കെ കുടിക്കുകയും വണ്ടിയൊക്കെ ഓഫായിട്ട് വീണ്ടും ഒക്കെ തള്ളി ഉന്തിയും നിറങ്ങിയൊക്കെ ചെന്ന് കയറി കൊടുക്കുക. സമയമൊക്കെ അടുത്ത് എന്തുവായാലും ഈ കൊച്ച് എന്തായാലും ഇതിന് മുമ്പോട്ടുള്ള കാമുകന്മാർക്കും കാമുകിമാർക്കും ഇതിന് വലിയ പാഠമായിരിക്കും. നല്ലൊരു വിധി. ഇത് വിഷ്ണു പറയുന്നത് കൊച്ചിയിൽ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊന്നവൾ ഇപ്പോൾ ഇതിജീവിതയല്ലേ എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് പ്രൈവസി കിട്ടുമ്പോൾ സ്ത്രീ ക്രിമിനലുകൾ കൂടുന്നു എന്നാണ് വിഷ്ണു പറയുന്നത്. 99 നീതിമാന്മാരെ ചൊല്ലിയുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലിയത്രേ സ്വർഗത്തിൽ
അതിനകം സന്തോഷമുണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സുമി പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നത് ബൈബിളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എനിക്കറിയില്ല, അങ്ങനെ അതെന്താണ് ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും an eye for an eye will turn the whole world blind. ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. പെട്ടെന്ന് ഞാൻ മടങ്ങി വരാം. നമുക്ക് കൂടുതൽ പ്രേക്ഷകർ യൂട്യൂബിലുണ്ട്, ഒപ്പം ലൈനിലും ഉണ്ട്. നമുക്ക് എല്ലാവരുടെയും പ്രതികരണങ്ങൾ കേൾക്കുന്നുണ്ട്. ഷോർട്ട് ബ്രേക്ക്. കേരളം ഉദ്വേഗത്തോടെ കാത്തിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വധശിക്ഷ, മരണം വരെ തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് വിധിച്ചുകൊണ്ടാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ ബർമലകുമാരൻ നായർക്കും 3 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ ക്രൂരമായി കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു ഗ്രീഷ്മ. പലതവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളൊന്നും വിജയിക്കാതെ വന്നതോടെയാണ് ഇങ്ങനെയൊരു ക്രൂരമായ വഴിയിലൂടെ കൊലപാതകം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പരാമർശം. അതോടൊപ്പം പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പലതവണ ആവർത്തിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു വസ്തുതയുമില്ല. ഷാരൂൺ രാജിനും ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 24 വയസ്സ് ആകുമായിരുന്നു. അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഷാരോണിന്റെ സാഹചര്യം. 11 ദിവസം മരണവേദനയാണ് ഷാരോൺ അനുഭവിച്ചത്. ലൈംഗിക അവയവങ്ങളിലേക്ക് വരെ വേദന പടരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ക്രൂരമായൊരു വേദന അനുഭവിച്ചാണ് ഷാരോൺ. യെസ്, പൊതുവേദി തുടരുന്നു. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ എൻ്റെ പുറകിലുള്ള നമ്മുടെ മാപ്പിൻ്റെ സമാനമായ ഒരു മാതൃകയിൽ ശ്രീലങ്ക ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം ഞാനത് പെട്ടെന്ന് അന്വേഷിക്കുകയായിരുന്നു. ആ ശ്രീലങ്ക ഉണ്ട് കേട്ടോ. എൻ്റെ തല മറിഞ്ഞത് കൊണ്ടാണ് ശ്രീലങ്ക കാണാതെ പോയത്. ശ്രീലങ്ക നമ്മൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനത് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ മനീഷ് പറയുന്നത് അവിടെ ശ്രീലങ്കയുണ്ട്, ശ്രീലങ്കയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഓക്കെ, അജിത് കുമാർ സുകുമാരൻ പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഇതൊരു പാഠമാവണമെന്നാണ്. അജിത് കുമാർ, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പാഠമാണ്. കുറ്റകൃത്യം ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും എല്ലാവരും നിയമത്തിന് വിധേയരാകണം. അവർ ഇതുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. ജഡ്ജ് ആരാണ് എന്ന് എന്നോട് ചോദിക്കുന്നു ലക്ഷ്മി. ഇത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഈ സുപ്രധാനമായ വിധി നൽകിയിട്ടുള്ളത്. ശ്രീ AM ബഷീർ ജഡ്ജിയെ നമുക്കറിയാം. അദ്ദേഹം നേരത്തെ ഈ വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലും ഇതുപോലെ റഫീഖ ബീബി എന്നൊരു സ്ത്രീ, ശാന്തകുമാരി എന്ന സ്ത്രീ അവരത്രയധികം വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ശാന്തകുമാരി എന്ന സ്ത്രീ റഫീഖ ബീബി കൊലപ്പെടുത്തി. ആ സ്നേഹത്തെ കൊലപ്പെടുത്തിയ ആ സംഭവത്തിലും ശക്തമായൊരു ഇതുപോലൊരു തൂക്കുശിക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 40 പേർ കേരളത്തിൽ ഇപ്പോൾ തൂക്കുശിക്ഷ കൊടുത്തു. ഇതിൽ പിന്നീട് എന്നോട് സതീഷ് MS എനിക്ക് ഹായ് എന്ന് പറയുന്നു. സതീഷ് ഹായ്. മനുസാർ എന്ന് പറയുന്നു. സതീഷ് ഹായ്. ഒരു ലേഡി ഗോവിന്ദച്ചാമി ആകുമോ? തൂക്കുകയർ വേണ്ട, പക്ഷേ ഇരട്ട ജീവപര്യന്തം എങ്കിലും കൊടുക്കണം എന്ന് പറയുന്നു. ലേഡി ഗോവിന്ദച്ചാമി എന്ന് വേണമെങ്കിൽ ലേഡി ആയാലും ജെൻസ് ആയാലും ഇത് കുറ്റവാളി ആളാണ്. ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിന് മാതൃകയല്ല. അവരെ നിയമം കർശനമായി തന്നെ ശിക്ഷിക്കണം. ബാബുരാജ് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ സമൂഹത്തിന് അതൊരു പാഠമാകും. ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് ഒരു ഭയമുണ്ടാകും എന്നതാണ്. അതാണ് നമ്മുടെ നീതി സംവിധാനം മികച്ചതാണ് എന്ന് വ്യക്തമാകുകയാണ് നമുക്ക് വരും ഓരോ ദിവസം തോറും. അതുകൊണ്ട് ഇത്തരം ശക്തമായ വിധികളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ധന്യ പറയുന്നത് വധശിക്ഷ മികച്ച വിധിയാണ് എന്ന് ധന്യ പറയുന്നു. പക്ഷേ ധന്യയ്ക്കൊരു സംശയമുണ്ട്. ഹൈക്കോടതിയിൽ എത്തിയാൽ ഈ ശിക്ഷ മാറ്റം വരും. അപ്പോഴത് കഷ്ടമാണ്. വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണം എന്നാണ് പിന്നെ ധന്യയുടെ ഒരു നിലപാട്. യെസ് വളരെ കൃത്യമാണ്. ഇനി നമുക്ക് ഉള്ളത് ദാസനാണ്. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് നമുക്ക് വിളിക്കുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ദാസൻ നമുക്കൊപ്പം ചേരുന്നു. ദാസൻ കേൾക്കാമോ? ശ്രീ ദാസൻ, ഈ 2 വിധികൾ കേട്ടല്ലോ. ഒന്ന് കൊൽക്കത്തയിൽ, അവിടെ ഒരു ഡോക്ടറെയാണ് ജോലി സമയത്താണ് അവരെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധി പക്ഷേ തൂക്കുകയറില്ല. ഇവിടെ ഒരു ചെറുപ്പക്കാരനെയാണ് വിഷം കൊടുത്താണ് കൊന്നത്. ആ യുവാവ് 11 ദിവസം നരകയാതന അനുഭവിച്ചു. ആ കുടുംബത്തെ അനാഥമാക്കി ആ പയ്യൻ മരിച്ചു. ഈ ഒരിടത്ത് കനത്ത തൂക്കുകയർ എന്ന നിലയിലേക്ക് പോകുന്നു, മറ്റിടത്ത് മരണം വരെ കഠിന തടവ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ ദാസന് എന്ത് തോന്നുന്നു? നമ്മുടെ നിയമ സംവിധാനം ഉണർന്ന്
നല്ല രീതിയിൽ ഉണ്ട്, പോലീസും കാര്യങ്ങളും ഒക്കെ ഇത് വേണ്ട രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഉണ്ട്. ഞാൻ സഹായിക്കുന്നു ഈ നമ്മളെ ജുഡീഷ്യറിനെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരു യുവതിയായ ഒരു പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിക്ക് ഒരു 25 കൊല്ലത്തെ ശിക്ഷ കൊടുത്തുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കുക. ആണും പെണ്ണുമെല്ലാം കണക്കാവുന്ന കുറ്റം ചെയ്ത് ശിക്ഷിക്കണം. പക്ഷെ എന്തായാലും ആ പെൺകുട്ടിയോട് എനിക്ക് എപ്പം ക്രൂരതയാന്ന് എപ്പം തോന്നുന്നത്. പക്ഷെ എന്തായാലും ആ കുട്ടീനെ ഒരു പെൺകുട്ടിയുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് പെൺകുട്ടികളോട് ഒരു അല്പം കൂടി കരുണ വേണം നിയമത്തിന് എന്ന നിലപാടാണ് ദാസനുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഇതിപ്പോ 2-3 കോടതി ഇനിയും പോകാനുണ്ട്. ഇപ്പോ ഹൈക്കോടതി, സുപ്രീം കോടതി, നമ്മളെ പിന്നെ രാഷ്ട്രപതി ഒക്കെ ഉണ്ട്. എന്നാലും അങ്ങനെയാണ് എന്റെ ഒരു അഭിപ്രായം. മനു ശരി, കൊള്ളാം. ഏതായാലും നമ്മൾ പല അച്ഛന്മാർക്കും ഒക്കെ ഉള്ളൊരു ഉദാഹരണം വെച്ചാൽ പെൺമക്കളോട് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ മറ്റൊരു പെൺകുട്ടി സമാനമായതിൽ വരുമ്പോൾ അവരോട് കുറച്ചും കൂടിയൊക്കെ ഒരു ഇളവുകൾ അവർക്ക് കൊടുത്തേക്കാം എന്ന് കരുതുന്ന ധാരാളം ആളുകൾ ഉണ്ട്. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആകേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് അതാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു. അജീർ എന്നോട് ചോദിക്കുന്നത് സാറിൻ്റെ അഭിപ്രായം എന്താണെന്നാണ്. ഞാൻ തൂക്കുകയർ ഒരു പാഠമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു സംവിധാനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത്. കാരണം കൃത്യമായി കേസ് പോലീസ് അന്വേഷിക്കുന്നു, പ്രോസിക്യൂഷൻ അത് സമർത്ഥമായി കോടതിയിൽ അവതരിപ്പിക്കുന്നു, അതിന് ഉതകുന്ന രീതിയിൽ നീതിമാനായ ആ ന്യായാധിപൻ അതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ശിക്ഷ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ ഇത് മേൽക്കോടതികൾ ചിലപ്പോൾ റിവ്യൂവിനൊക്കെ വിധേയമാക്കിയേക്കാം. പക്ഷേ ഞാൻ ഈ നിയമവ്യവസ്ഥയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിയമവ്യവസ്ഥയാണ് വേണ്ടത്. ആ നിയമവ്യവസ്ഥ എൻ്റെ നാട്ടിലുണ്ട് എന്നത് എന്നെ അത്ര കണ്ട് അഭിമാനം പൂരിതനാക്കുന്നു. എല്ലാ ക്രിമിനലുകൾക്കും ഒരു താക്കീതാണ് ഈ വിധി എന്നാണ് ഷനോബ് പറയുന്നത്. എന്ത് ചെയ്താലും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് അനുകൂലം എന്നൊരു പറച്ചിലുണ്ട്. അത് എന്നാൽ ഏക നീതി നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകളോട് പൊതുവേ സമൂഹത്തിന് അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കണമെന്നൊരു നിലപാട് എല്ലാവർക്കും ഉണ്ട്. കാരണം അവർ പലതരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത്. എല്ലാവർക്കും ജീവിതം എന്നത് ഒരു എളുപ്പ വഴിയല്ല. പലരും വലിയ കഷ്ടപ്പാടുകളും വലിയ പ്രയത്നങ്ങളൊക്കെ എടുത്താണ് മുന്നിൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകളുണ്ടെങ്കിൽ അവരോടൊരു നമുക്ക് ഒരു നീതി അങ്ങനെ ഇളവുകൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ നിയമം കുറ്റവാളികളെ ഒരേപോലെ കണക്കാക്കുന്നതാണ് ശരിയെന്നാണ് ഷനോബിൻ്റെ ലൈൻ. ഷനോബിൻ്റെ ആ ലൈനിനോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത്. ശരത്ത് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശരത്തിന് പറയാം. അപ്പോ ഇത് ശരിക്കും നിയമങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കണം എന്നാണ് പറയേണ്ടത്. നിയമങ്ങൾ ഇപ്പം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കേരളത്തിലല്ലാതെ കൊൽക്കത്തയിൽ ഉണ്ടായ സംഭവത്തിനെ പറ്റി അതൊന്നും അറിയാൻ പറ്റും. ആ വിധിയിലൊരു അല്ല, അതും അത്ര തൂക്കുകയറില്ലെന്നേ ഉള്ളൂ. അയാളെയും മരണം വരെ ജയിലിലിടുക എന്ന തന്നെയാണ് അവിടെയും വിധി. 50,000 രൂപ പിഴയൊക്കെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരണം വരെ തൂക്കിലിടുക എന്ന് തന്നെയാണ് അവിടെയും വിധി. അപ്പൊ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. സ്കൂളുകളും കോളേജുകളിലും ഈ കുട്ടികൾക്കായിട്ടുള്ള കൗൺസിലിങ്ങും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം നിയമം ശക്തമായി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശക്തമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. അവിടെ ജഡ്ജി അനിർബൻ ദാസ് ആണ് അവിടെ സുപ്രധാനമായ വിധി കൊൽക്കത്ത അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ജഡ്ജായ ശ്രീ AM ബഷീർ, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ്, രണ്ടുപേരും ഇന്ന് വളരെ കൃത്യമായി കുറ്റവാളികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ രാജനാണ്, കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ രാജൻ. ഹലോ. യെസ്. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, പിന്നെ ഈ തൂക്കേർ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ വിഷമമുണ്ടെങ്കിലും മറ്റേ ആ ചെറുക്കനും മരിച്ച മോളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ മകളെ കൂടെ മരിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ ജ്യൂസോ കുടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്നാ എന്റെ ഒരു കണക്കുകൂട്ടല്. അത് തന്നെ. പിന്നെ രണ്ടാമത് ഈ തൂക്കുകയർ എല്ലാ കാര്യത്തിനും വേണം. കാരണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് 150 കോടിയാ പോയത്. ഇപ്പൊ തന്നെ പിടിച്ചിട്ടും അത് തൂക്കുകയർ കൊടുക്കണം. അതുപോലെ നമ്മുടെ കോട്ടയം നഗരസഭയിൽ നിന്ന് 211 കോടി രൂപ ആവിയായിട്ട് പോയി. ഇങ്ങനെ പൈസ ഉള്ള സേഫ് തുറന്നു വെച്ച് അവർ അത് ആവിയായിട്ട് പോയെന്നാ പറഞ്ഞു. അതിനൊന്നും വലിയ കേസൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ ഈ 2 കോടി 10 ലക്ഷം രൂപ വാങ്ങിച്ച് നമ്മുടെ IC ബാലകൃഷ്ണനൊക്കെ സന്തോഷമായിട്ട് നടക്കുന്നു. കർണാടകയിലൊക്കെ എന്തോന്നൊക്കെ നടക്കുന്നു. ഈ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇത് തന്നെ കൊടുക്കണം, ഈ തൂക്കുകയർ കൊടുക്കണം. അപ്പോൾ പേടി വരും. അതുപോലെ ആരോ പറയുന്നതായിട്ട് മുഖ്യമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്തി പാട്ട് പാടുന്നത് അതിപ്പോ കോൺഗ്രസിലും ഉണ്ട്. കാരണം വെച്ചാല് നമ്മൾ കണ്ടല്ലേ
സുധാകരൻ ഇങ്ങനെ മീറ്റിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കോൺഗ്രസിലുണ്ടെന്ന് കരുതി അത് തന്നെ CPM എടുത്ത് അനുവർത്തിക്കുകയിൽ ആളുകളെ പലരും എന്നെ പോരുന്നത്. ശ്രീ രാജൻ എത്ര തവണ എന്നെ പോരുന്നു, ഞാൻ സന്തോഷത്തോടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന അതാ. അപ്പൊ പിന്നെ VD സതീശൻ പറയാത്ത ഉടനെ പറഞ്ഞു ഞാൻ എവിടെ പോയെന്ന്. നല്ല പുകഴ്ചയായിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ഇരുന്ന സമയത്ത് മറ്റേ മൈക്ക് നീക്കി കൊടുത്ത എന്നാ താനം കൊണ്ടാക്കെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല പുകഴ്ചയാണത്. അതുപോലെ ഒത്തിരി പുകഴ്ചകൾ പറയാനുണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്. തൂക്കേർ തന്നെ എല്ലാ ഇതുപോലത്തെ തെറ്റുകൾക്കെല്ലാം തൂക്കേർ കൊടുക്കണം. കാരണം അടുത്ത പ്രാവശ്യം ഇനി UDF വരാൻ പോകുന്നത്. നല്ലൊരു ഭരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തമാണ്. പിന്നെ ഇതിൽ ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, ഞാൻ ആലോചിക്കും ജയകുമാറിനെ കണ്ടില്ലല്ലോ. ജയകുമാർ നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. ജയകുമാറിന് നമസ്കാരം ഞാനും പറയുന്നു. കൊല്ലത്ത് പള്ളിമുക്കിൽ UDF 120 കോടി മുഖ്യ കഥയുണ്ടേ എന്ന് ഷിജി ഭാസ്കരൻ പറയുന്നു. ഷിജി ഭാസ്കരൻ UDFനെ തകർത്തേ അടങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. UDF ഏതായാലും അത് കൊല്ലൂർ വിള ബാങ്കിലാണ് സംഭവം നടന്നതെന്നുള്ളതാണ്. ഷിജി ഭാസ്കരൻ ശക്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് തോന്നുന്നു. അതേ എല്ലാ കാര്യങ്ങളും വളരെ സഗൗരവം വീക്ഷിക്കുന്നു. ഷിബി അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഷിബി കേൾക്കാമോ? ശ്രീമതി ഷിബി സിബി എന്ത് ചെയ്യുന്നു? ശ്രീമതി സിബി ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ആർക്കിടെക്റ്റാണ്. മനോഹരമായ വീടുകൾ നിർമ്മിക്കുകയും അല്ലേ, സന്തോഷമായ ഭവനങ്ങളൊക്കെ വരച്ചുണ്ടാക്കുകയും ചെയ്യുന്ന കലാവൈഭവവും ഒപ്പം ബുദ്ധിയും ഒക്കെ വേണ്ട ഒരു മികച്ച മേഖലയിൽ സിബി ഉള്ളത്. പക്ഷേ ഈ ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണമെന്നാണ് ശ്രീ സിബി കരുതുന്നത്? ഞാൻ പഠിക്കുന്ന ടൈമിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പഠിക്കുന്നതാണോ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു തോന്നുന്നു ഈ സംഭവം നടന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് തമ്മിൽ ചർച്ച ചെയ്യുമ്പോ ഉറപ്പായിട്ട് നമ്മളിങ്ങനെ ഇനിയിപ്പോ ഇതിന്റെ ശിക്ഷാവിധിയൊക്കെ കുറെ ടൈം എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മളെല്ലാം ചർച്ചയിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുമല്ലോ. അപ്പോ പെൺകുട്ടികൾക്ക് ഇവിടെ നിയമം ഇളവാണ്. അപ്പോ എന്തുവായാലും കൂടുതൽ അതെ രക്ഷപ്പെടും എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം ആശങ്കയുണ്ടായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. അതെ, കാരണം ആ കുട്ടി എന്റെ അനിയന്റെ പ്രായമുള്ളൊരു രണ്ടുപേരും എന്റെ അനിയന്റെ പ്രായമുള്ള. അപ്പൊ അതും ഇപ്പം അതെ 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 എനിക്ക് ഇപ്പൊ 2 ആൺമക്കളാണുള്ളത്. ഇപ്പൊ 2 കുഞ്ഞുങ്ങളുണ്ട്, പൊടിക്കുഞ്ഞുങ്ങൾ. അപ്പൊ നാളെ ഒരു കാലത്ത് ഇവർക്ക് ഇത് ഇളവ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കും ചെയ്യാന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. എനിക്ക് ഒന്നും വരില്ല. 2 ആൺമക്കളുള്ളത് കൊണ്ടാണോ ഇത്, അതോ ഒരു പെൺകുട്ടികൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ചാണ്. അപ്പൊ ഇതൊരു തൂക്കിയ പാഠം എന്നാണെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. വ്യക്തമാണ് സിബിയുടെ അഭിപ്രായം. ഏതായാലും ഇത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നു എന്നാണ് പറയുന്നത്. ഗോപിക പറയുന്നു ഇത് അധിക വിധിയായിപ്പോയി എന്നാണ്. ഉത്തര വധക്കേസ് പോലുള്ള കേസിലെ വിധി ഇതിലും ആകാമായിരുന്നു. അത് സമാനതകളില്ലാത്തതാണ്. പെൺകുട്ടികൾക്ക് ഈ വിധി പാഠം അല്ല, ഒരു പേടിയാകും ഉണ്ടാവുക. ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഗോപിക പറയുന്നു. ഗോപിക പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ ഞാൻ വിധിയെ ചെറുതാക്കി പറയില്ല, വിധി ഇത് തന്നെ വേണമെന്നാണ്. പക്ഷേ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഉണ്ട്, അത് പലപ്പോഴും ഇതിൽ പ്രശ്നമാവുകയും ചെയ്യുന്നു. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് സുരേഷാണ്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്, ഒരു അഭിഭാഷകന്റെ ഒരു നിരീക്ഷണം നമുക്ക് വളരെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ കേസ് ഞാൻ ഏകദേശം 1.5 വർഷമായിട്ട് ഈ കേസ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അതായത് ഈ കേസില് നമ്മുടെ ഒരുപാട് ജേർണലിസ്റ്റുകൾ, അതായത് ജേർണലിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ SIT ടീം, അതേപോലെ തന്നെ നമ്മുടെ ജേർണലിസ്റ്റുകൾ ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതലേ ഞാൻ ഈ കേസ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മാതൃഭൂമിയിൽ തന്നെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ റിലേറ്റീവും കൂടെയൊക്കെയാണ് അവര്, നമ്മുടെ ഷാരോൺ, അതിന്റെ ബന്ധു. അപ്പൊ അദ്ദേഹം വന്ന് സ്റ്റേഷനിൽ ആദ്യമായി കേസ് റിപ്പോർട്ട് ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയ ഒരു റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ SIT ടീമിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പഠിക്കാനും കൂടെ എടുക്കുന്ന ഒരു കേസാണ്. അതായത് ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ ഹൈക്കോടതി ഞാൻ ലോയറിനോടൊപ്പം തന്നെ
ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുട്ടികളെ അത് പഠിക്കാനും കൂടെ കേസ് സ്റ്റഡിക്ക് വിധേയമാക്കുന്ന ഒരു കേസാണ്. ഏറ്റവും നമ്മൾ ഇതിൽ അഭിനന്ദനം അറിയിക്കേണ്ടത് നമ്മുടെ ഡിവൈഎസ്പി ജോൺസൺ സാറിനെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ ടീമിന്റെ അണ്ടറിലുള്ള SIT ഫോം ചെയ്തതിന് ശേഷം, കാര്യം ഇത് ഒരു ലോക്കൽ ലെവലിൽ ഒതുങ്ങി പോവേണ്ട കേസായിരുന്നു. നെയ്യാറ്റിൻകര തന്നെ നമുക്കറിയാം, ഈ കേസ് പാറശാല വന്നപ്പോൾ ആദ്യം അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വളരെയധികം വളരെയധികം ഈ കേസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസ് നേരിട്ട ഒരു കേസും കൂടെ ആയിരുന്നു തുടക്കത്തിൽ. ഇതൊരു ആത്മഹത്യയിൽ ഒതുങ്ങി പോവേണ്ട കേസായിരുന്നു. ബട്ട് നമ്മുടെ മരണപ്പെട്ട ഷാരോൺ ഈ കേസിനെ അദ്ദേഹം ഒരുപാട് ഒതുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഗ്രീഷ്മയെ പ്രൊട്ടക്ട് ചെയ്യാനും, കാര്യം അദ്ദേഹത്തിനും അറിയത്തില്ലായിരുന്നു ഇത് ചുരുളയ്യാതെ അടുത്തിരുന്ന ഒരു കേസായിരുന്നു. അതൊക്കെ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ വിടാം. പക്ഷെ ഈ കേസ് നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ പോലെയല്ല, ഡീപ്പായിട്ട് എടുത്ത് പഠിച്ചാൽ SITക്കാർക്കും, അത് മാത്രമല്ല ഇത് വാദിച്ച അഭിഭാഷകൻ, അത് മാത്രമല്ല ജഡ്ജ് കേട്ടിരുന്ന ഈ ഒരു വിധി പ്രസ്താവം വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കംസ്റ്റാൻസസിന്റെ ബേസിൽ തന്നെയാണ് സാർ. ബിക്കോസ് അവര് എന്തുകൊണ്ടും അവര് പ്രായം പറയാം, അവർ പഠിക്കുന്നെന്ന് പറയാം, ഇനി അവര് ഒരു വലിയ ഉദ്യോഗസ്ഥയായിരുന്നു എന്ന് പറയാം. ഇനി ഇതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് കേസ് ഹൈക്കോടതിയിൽ പോവായിരിക്കും 1 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ അത് ഹൈക്കോടതിയിൽ ഓർഡർ ശരിവെക്കാൻ സാധ്യതയുണ്ട്. കാര്യം ജഡ്ജ്മെന്റ് അങ്ങനെയാണ്. ജഡ്ജ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യം. പിന്നെ ചിലപ്പോൾ സുപ്രീം കോടതി ചിലപ്പോൾ ഇത് ശരിവെച്ചാൽ പിന്നും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ക്യൂരിറ്റി പെറ്റീഷൻ ഫയൽ ചെയ്യാം, മേഴ്സി പെറ്റീഷൻ ഫയൽ ചെയ്യാം. ആഫ്റ്റർ ഓൾ പിന്നെ പ്രസിഡന്റിന്റെ ദയാഹർജി ഉണ്ട്. അപ്പൊ പ്രസിഡന്റിന്റെ ദയാഹർജിയൊക്കെ വരുമ്പോൾ നമുക്കറിയാലോ, രാജീവ് ഗാന്ധിയെ കൊന്നവരെ വെറുതെ വിട്ട രാജ്യമാണിത്. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതി എന്തായിരുന്നാലും ലാസ്റ്റ് വരുമ്പോ ഒരു ജീവപര്യന്തത്തിലൊക്കെ ഒതുങ്ങിത്തീരും. കാര്യം ഇനിയിപ്പോ അവരകത്ത് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സാന്തരം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുവരെ മാനസാന്തരം ഇല്ല, ഒരു ഭാവഭേദവും ഇല്ലാതെ മാനസാന്തരം എന്ന് പറയാൻ സാർ ഒന്നും പറയാനില്ല. കാര്യം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ അധികം കൂളായിട്ട് തന്നെ അവർ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അതുവരെ നമ്മൾ ഒരുപാട് പേരായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഒരു മാനസാന്തരം എന്ന് പറയുന്ന രീതിയിലൊന്നും ഇല്ല. ഇപ്പം ഞാൻ എന്തായിരുന്നാലും ലോകത്ത് പോയി, ഇനി എനിക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നാലും അവർ ഇനി പഠനം നോക്കാൻ എനിക്ക് തോന്നുന്നു. കാര്യം ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ കൂടുതലും നിയമപരമായിട്ടൊക്കെയാണ് പിന്നെ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഷീ ഈസ് എ ബ്രില്യൻ ഗേൾ. അപ്പം എന്തായിരുന്നാലും ആ ബ്രില്യൻസി ക്രൈമിൽ അവര് ഒപ്പേ ചെയ്തു. അതെ സർ. ഇനി എടുത്തു പറയേണ്ട ഒരു വിഷയം, ഞാൻ ഒരു 2 മിനിറ്റും കൂടെ എടുക്കും, ക്ഷമിക്കണം. അതെ. എന്നാലും പറയാണ്, ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. കാര്യം ഇനിയും ഇങ്ങനെയുള്ള ക്രൈംസ് കമ്മിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അവർ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിയമവും പോലീസും അഭിഭാഷകരും ഒക്കെ ഇവിടെ ഉണ്ട്. അതെ, എല്ലാവരും സ്ട്രോങ് ആണ്, സമൂഹം സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒതുക്കി തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഒതുക്കി തീർക്കുക. പോലീസുകാരായിട്ടോ മാത്രമല്ല, ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പാരന്റ്സ് ഉടനെ എന്നാൽ കഷായത്തിൽ വിഷം കലക്കി കൊടുത്തേക്കാമെന്ന് പറയുന്നതിന് ഇതെല്ലാവർക്കും കാര്യം ജീവിതങ്ങൾ 2 എണ്ണമാണ് തകർന്നിരിക്കുന്നത്. ഗ്രീഷ്മയുടെ കുടുംബവും തകർന്നു, ഇനി ഇവിടെയും തകർന്നു. അപ്പൊ എന്തായിരുന്നാലും ഇത് മാത്രമല്ല സാർ, ഈ ഒരു അവസരത്തിൽ നന്ദി ഏറ്റവും കൂടുതൽ അറിയിക്കേണ്ട ഷാരോന്റെ ബ്രദറിനാണ്. കാര്യം അയാളാണ് ഏറ്റവും കൂടുതൽ ഇതിന് കാര്യം. അയാളെ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പഠിക്കേണ്ടത് തന്നെയാണ് കാര്യങ്ങൾ. വളരെ നന്ദി. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഒരു അഭിഭാഷകന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അത് കുറെ കൂടി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യോതി സുരേഷ് ഞാനിന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ജ്യോതി സുരേഷ് പറയുന്നത് വിധി കുറഞ്ഞു പോകരുത് എന്ന ഒരാഗ്രഹമുണ്ടായിരുന്നു. തക്കതായ ശിക്ഷ ലഭിച്ച കോടതിയെ അഭിനന്ദിക്കുകയാണ് ജ്യോതി സുരേഷ്. വിഷ്ണു പറയുന്നത് ഗോപിക പറഞ്ഞതിൽ ഒരു പിശകുണ്ട്. ഞാൻ പറഞ്ഞ വിഷ്ണു 3 സോഴ്സ് ഇട്ടില്ല. പുരുഷന് ഗാർഹിക പീഡനം നേരിട്ടാൽ രക്ഷയ്ക്ക് നിയമമില്ല, ജുഡീഷ്യറി ഇല്ല എന്നൊക്കെയാണ് വിഷ്ണു പറയുന്നത്. അത് ഈ അടുത്ത് രാഹുൽ ഈശ്വരും പറയുന്നുണ്ടായിരുന്നു, ഒരു പുരുഷ കമ്മീഷൻ വേണം. നമുക്ക് അതിലൊരു ചർച്ച സംഘടിപ്പിക്കാം, നാട്ടിലൊരു പുരുഷ കമ്മീഷൻ വേണമോ എന്ന കാര്യത്തിൽ. ഏതായാലും വിഷ്ണു കോടതിയെ പിന്താങ്ങുന്നു. ജ്യോതി സുരേഷ് വിധി സന്തോഷം പ്രകടിപ്പിക്കുന്നു. ബിജു പെരുമ്പാവൂർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ടാണ്, നാളെ നമുക്ക് വിശദമായി സംസാരിക്കാം. യെസ്, ദീപു ഏറ്റവും അവസാനത്തെ ഒരു വരി കൊണ്ട് ഒതുക്കണം, നമ്മുടെ സമയം തീർന്നു പോയത് കൊണ്ടാണ്. അല്ല, ഒരു കാര്യം പറയാം. ഈ കമാൽ പാഷയെ കുറിച്ച് അങ്ങ് പറഞ്ഞു. കമാൽ പാഷ പറയുന്ന വിധികളെ കുറിച്ച് അങ്ങ് ശ്ലാഘിക്കുകയും ചെയ്തു. ഈ കമാൽ പാഷ പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ വരാന്ത കാണില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കോടതിയുടെ വരാന്തയും കിടന്ന് അങ്ങ് കോർട്ടിന്റെ കയ്യിൽ അങ്ങ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വലിയ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. UDFന്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. പിന്നെ ഈ മാത്രമല്ല, ഇതിന്റെ വിധി പകർപ്പ് പുറത്തു വന്നോ?
അതിനുള്ള ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വിധിപ്പാർപ്പ് പുറത്തു വരാതെ എങ്ങനെയാണോ എന്തോ ഈ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ഒരാളുടെ വിധി പഠിച്ചു എന്നാണ് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനകത്ത് പറയുന്നത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ പെൺകുട്ടിയെ ഫോട്ടോ വെച്ച് അതൊക്കെ ഉണ്ടല്ലോ, ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറഞ്ഞ കള്ള കഥകളല്ലേ എന്നിട്ട് ഇതുപോലും മനസ്സിലാക്കാതെ ഇത് വെച്ചു കണ്ടു, ഇത് എന്താണിത്, ഇതൊക്കെ നേരത്തെ തന്നെ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ വീട്ടുകാരോട് ഈ കുട്ടി പറയില്ലേ? എന്നിട്ട് ഈ കള്ളക്കഥകൾ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്നവരെയൊക്കെ എന്ത് പറയാനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. തൂക്കുകയർ എന്നുള്ളത് പാഠം തന്നെയാണ്. ഇത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുറ്റത്തിനെ ആക്കേണ്ട കാര്യമില്ല. വ്യക്തമാണ്. നമുക്ക് ദീപ് നാളെ വിശദമായി സംസാരിക്കാം. ദീപ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് എന്നും സംസാരിക്കാവുന്നേ ഉള്ളൂ. വിഷയം നാളെയും പരിഗണിക്കാം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ പൊതുവെ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിൽ ഞങ്ങൾ ചോദിച്ചൊരു കാര്യം ഈ തൂക്കുകയർ മേൽക്കോടതി ശരിവെക്കുമോ എന്നായിരുന്നു. അപ്പോൾ 74% ആളുകളും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് മേൽക്കോടതികൾ ഇത് അംഗീകരിക്കുമെന്ന്. പക്ഷേ 26% ആളുകൾക്ക് സംശയം ഉണ്ട്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഇതൊരു പക്ഷേ ജീവപര്യന്തമോ അങ്ങനെ എന്തെങ്കിലും ആയി പോകാം എന്ന്. ഏതായാലും 74% തൂക്കുകയർ നിലനിൽക്കുമെന്ന് പറയുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് കാണണം. നന്ദി, നമസ്കാരം.